നമസ്കാരം. യുദ്ധം ഒരു പ്രശ്നവും പരിഹരിക്കില്ല എന്നതാണ് ലോകാനുഭവം. ചരിത്രത്തിലുടനീളം യുദ്ധം മനുഷ്യവംശത്തിന് നഷ്ടങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ പശ്ചിമേഷ്യ യുദ്ധക്കളമായി. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടത് 40 പെൺകുട്ടികൾ. ഇറാന്റെ തന്ത്രപ്രധാന മേഖലകൾ മാത്രമാണ് ലക്ഷ്യമെന്ന് പറയുന്ന ഇസ്രയേൽ ഇതിനെന്ത് മറുപടി പറയും? ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം ന്യൂസ് അറ്റ് 6 PM പ്രധാന തലക്കെട്ടുകൾ. പശ്ചിമേഷ്യയിൽ യുദ്ധഭീഷണിയിൽ ലോകം ആശങ്കയിൽ. ഇറാൻ US ആണവ ഉടമ്പടി ചർച്ചകൾ തുടരുന്നതിനിടെ ഇറാനെ ആക്രമിച്ച് ഇസ്രയേൽ. ടെഹ്റാന് സമീപം ഭരണ പ്രതിരോധ മേഖലകൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം. പ്രൈമറി സ്കൂളിൽ മിസൈൽ ആക്രമണത്തിൽ 40 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പരിക്കേറ്റ് ഒരു ഏഷ്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ആയത്തുള്ള ഖമനേയി സുരക്ഷിതൻ. ഇസ്രയേലിൽ ഇറാന്റെ മിസൈൽ വർഷം. ബഹ്റൈനിലെ ജുഫൈറിൽ US സേനാ താവളം ആക്രമിച്ച് ഇറാൻ. മുന്നറിയിപ്പ് സൈറണുകൾ. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം. ഖത്തറിലെ ദോഹയിലെ എയർബേസുകൾ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകൾ തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. കുവൈറ്റിലും അബുദാബിയിലും അപായ സൈറണുകൾ. ആക്രമണം ഉടൻ നിർത്തണമെന്ന് റഷ്യ. സ്ഥിതിഗതികൾ രൂക്ഷമായി നിരീക്ഷിച്ച് ഇന്ത്യ. ഇറാനിലെയും ജോർദാനിലെയും ഇസ്രയേലിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പരമാവധി വാസസ്ഥലങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം. വിദ്യാർത്ഥികളടക്കം 10,000-ലേറെ ഇന്ത്യക്കാർ യുദ്ധമേഖലകളിലെന്ന സൂചന. ഹെൽപ്പ് ഡെസ്ക് തുറന്ന് നോർക്ക. കേരളത്തിൽ നിന്നുൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ ജില്ലയിൽ വെട്ലപ്പാലത്ത് പടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തം. 18 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരം. രഞ്ജി ക്രിക്കറ്റിൽ ചരിത്രമെഴുതി ജമ്മുകശ്മീർ. കർണാടകയെ സമനിലയിൽ തളച്ച് കന്നിക്കിരീടം സ്വന്തമാക്കി ജമ്മു. നിർണായകമായത് 1-ാം ഇന്നിംഗ്സ് ലീഡ്. അശാന്തിയിലാണ് പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കി ഇസ്രയേൽ അമേരിക്കൻ സഖ്യം. ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുന്നു. ഇറാൻ US ആണവ ഉടമ്പടി ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രയേലിന്റെ ആക്രമണം. ടെഹ്റാന് സമീപം ഭരണ പ്രതിരോധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. എന്നാൽ മിസൈൽ തൊട്ടടുത്ത എലിമെന്ററി സ്കൂളിന്റെ പതിച്ച് 40 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെട്ടു. ശക്തമായി ഇറാനും തിരിച്ചടിച്ചു. ബഹ്റൈനിലെ US സേനാ താവളം ആക്രമിച്ചു. ഇറാൻ ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലകളെല്ലാം തന്നെ. ഖത്തറിൽ എയർബേസുകൾ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകൾ തടഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. കുവൈറ്റിലും ശക്തമായ മുൻകരുതലുകളാണ് നൽകിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഖില ചേരുന്നുണ്ട്. അഖില, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 40 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിലെ ഓരോ നിമിഷവും നിർണായകമാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമ്പിളി, ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്ന ഒരു പ്രാദേശിക യുദ്ധമായി മാറുകയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. ആ സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി അമ്പിളി സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിന് മേൽ എന്നും മാറാത്ത കളങ്കമായി ആ പെൺകുട്ടികളുടെ ജീവൻ ഉണ്ടാകും എന്നുള്ളതാണ്. എപ്പോഴും യുദ്ധം അങ്ങനെ തന്നെയാണ്. സാധാരണക്കാരെ ഇല്ലാതാക്കൽ എന്നത് തന്നെയാണ് യുദ്ധം ചെയ്തത്. പക്ഷേ ഇസ്രയേൽ ഇതിന് മറുപടി പറയേണ്ടി വരും. മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് ഈ 40 പെൺകുട്ടികളുടെ മരണത്തെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ സംയുക്ത ആക്രമണമാണ് ഇസ്രയേലും അമേരിക്കയും ഇറാന് നേരെ തൊടുത്തത്. അതിന് ശക്തമായി ഇറാൻ തിരിച്ചടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ ആക്രമണം ഇങ്ങനെ തുടരുമ്പോൾ പശ്ചിമേഷ്യ വലിയ സംഘർഷ സാധ്യത, അതായത് യുദ്ധം എന്ന് തന്നെ, ഒരു പ്രാദേശിക യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുന്നത്. ആ സൈനിക താവളങ്ങൾ ഗൾഫ് മേഖലയിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ആശങ്കയോടെയാണ് ഗൾഫ് മേഖലയും ഈ സാഹചര്യത്തെ കാണുന്നത്. ഒപ്പം തന്നെ ഈ വ്യോമാക്രമണം എന്നതിനപ്പുറത്തേക്ക് ഒരു നേവൽ വാർഫെയർ കൂടി, അതായത് കടലിലും കൂടി ഒരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ശക്തമായ ആക്രമണം ഇത്തരത്തിൽ ഇറാനും ഇസ്രയേലും ഇങ്ങനെ തുടർന്നാൽ അത് വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നതിൽ സംശയം വേണ്ട. ഒപ്പം തന്നെ ഹൂതികൾ, ഹിസ്ബുള്ള അടക്കം ഇറാന് പിന്തുണ നൽകുന്ന സംഘടനകൾ കൂടി ഇതിലേക്ക്
സജീവമായി ഇറങ്ങുകയാണെന്നാണ്. അതായത് ഹൂതി വിമതരാണ് ഈ കടലിലെ ആക്രമണത്തിന് മേൽനോട്ടം നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ അവർ കൂടി ഇതിലേക്ക് എത്തുകയാവുമ്പോൾ പശ്ചിമേഷ്യയെ ബാധിക്കുന്ന മറ്റൊരു വലിയ പ്രശ്നമായി ഇത് മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതുപോലെ ഇറാന്റെ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം. ഒപ്പം ഇറാൻ ആണവായുധം കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകാതെ യുദ്ധം ഒരു സമാധാന നിലയിലേക്ക് പോകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. പക്ഷേ കഴിഞ്ഞ 3 തവണയും ഈ അമേരിക്കയും ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ആ 3 ചർച്ചകളും ഒരു തീരുമാനമാകാതെ പിരിയുന്ന സാഹചര്യമാണ് ജനീവയിൽ കണ്ടത്. അത്തരത്തിലൊരു ചർച്ച തിങ്കളാഴ്ചയും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വരെ ഈ യുദ്ധം നീണ്ടു നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വിദഗ്ധരൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എത്ര വലിയ നാശനഷ്ടമാണ് മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് കൂടിയാണ് കണക്കാക്കേണ്ടത്. അതേസമയം ഒമാന്റെ ഇടപെടൽ, ഇവരുടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒമാന്റെ ഇടപെടൽ നടക്കുകയാണ് എന്നാണ്. അതായത് അണിയറയിൽ അത്തരം നീക്കങ്ങൾ ഒമാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. ആഗോള സമ്മർദ്ദവും ഇതോടൊപ്പം വരുന്നുണ്ട്. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിലേക്കാണ് ഈ പശ്ചിമേഷ്യ അശാന്തമാകുന്ന ഒരു സാഹചര്യത്തിൽ മണിക്കൂറുകൾ പിന്നിട്ട സാഹചര്യമാണ് റഷ്യ, അതുപോലെ തന്നെ ബെൽജിയം, യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ ഇറാനിലെയും ജോർദാനിലെയും ഇസ്രയേലിലെയും ഒക്കെ ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അധികൃതർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന മുന്നറിയിപ്പൊക്കെ നൽകുമ്പോൾ എത്രത്തോളം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇന്ത്യ. പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെയുള്ള ഒരു മേഖലയാണ് ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങൾ. അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ ഈ സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ പൗരന്മാർക്ക് ഒപ്പം തന്നെ ആഗോള സാമ്പത്തിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ തോതിൽ നമ്മളെ ബാധിക്കും എന്നുള്ളത് കൂടി ഉണ്ട്. അതായത് ലോക സാമ്പത്തിക രംഗത്തെ വലിയൊരു പ്രശ്നമാണ് ഈ വ്യോമ മേഖല പൂർണ്ണമായും തകരുക എന്നുള്ളത്. ഇപ്പോൾ വിമാനങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ട് വലിയ അതായത് എയർലൈൻ പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അത്. ഒപ്പം തന്നെ എണ്ണവിലയിൽ വലിയ വർധനവ്, ഇന്നത്തെ ദിവസം തന്നെ എണ്ണവിലയിൽ വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ അതും കാര്യമായി ബാധിക്കും. ഒപ്പം തന്നെ പൗരന്മാരുടെ സുരക്ഷ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മുമ്പ് പലപ്പോഴും പലയിടത്തും ഇത്തരത്തിൽ ഈ സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ പ്രത്യേക വിമാന സർവീസുകളൊക്കെ നടത്തിക്കൊണ്ട് അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പൗരന്മാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ മുൻകരുതലുകളും ഇന്ത്യൻ എംബസികൾ എല്ലായിടത്തും എടുക്കുന്നുണ്ട്. ഇറാനിലുള്ള പൗരന്മാരോട് ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇറാൻ വിടണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം ഗൾഫിലുള്ള പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആക്രമണങ്ങൾ അതായത് ഒരു കേവലം ശക്തി തെളിയിക്കാനുള്ള നീക്കങ്ങൾ മാത്രമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ അത് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ ഇതിന്റെ അണിയറയിൽ നടത്തുന്നുണ്ട്. ഒപ്പം ഐക്യരാഷ്ട്രസഭയുടെ നിലപാടുകൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു നയതന്ത്ര ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം, ഒരു മേശയ്ക്ക് ഇരുവശവും ഇരുവിഭാഗവും എത്തണം എന്നുള്ള ആവശ്യമാണ് ഐക്യരാഷ്ട്രസഭ ഉന്നയിക്കുന്നത്. അതേസമയം ഇറാൻ പറയുന്നത് ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ ഈ ഘട്ടത്തിൽ തയ്യാറായില്ല. ഇറാൻ ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ അവസാനിക്കൂ. ഇരുപക്ഷവും അടിയന്തരമായി വെടിനിർത്തൽ നടത്തണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൽ പോയതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തിയത്. അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ പറയുന്നുണ്ട്. മോദി അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്നുണ്ട്. BNA ചർച്ച, അതായത് ജനീവയിൽ അടുത്ത ദിവസം തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള വിവരം വരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വ്യോമപാതയൊക്കെ അടച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് മറ്റ് രാജ്യങ്ങളും. ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളും ഈ അടിയന്തരമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേവൽ വാർഫെയർ കൂടി ആരംഭിച്ചുവെന്ന് നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്. ഇന്ത്യൻ നാവികസേനയും അതിൽ കടൽ വഴി ഇന്ത്യയെ ബാധിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഹൂതികൾ ഈ US-ന്റെ കപ്പലുകൾ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയോ ചെയ്തതായും ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതൽ പക്ഷേ വ്യക്തത വരാനുണ്ട്. ചെങ്കടലിലാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ്. അതിന് മറുപടിയായി US-ന്റെ കപ്പൽപ്പട, 5ാം കപ്പൽപ്പട തിരിച്ചടിച്ചു എന്നും മിസൈലുകൾ തിരിച്ചും തൊടുത്തു വിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് വ്യോമമേഖല, നാവിക വ്യോമ മേഖലകളിലേക്ക് ഈ യുദ്ധം ബാധിക്കുകയാണ്. അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ നീണ്ടു നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടം ഇറാനും ഇസ്രയേലിനും അമേരിക്കയ്ക്കും മാത്രമല്ല ഈ ലോകരാജ്യങ്ങൾക്ക് മുഴുവനാണ് എന്നുള്ളതാണ് പ്രധാനം.
ശരി, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നുള്ള ആവശ്യം ഉയർന്നു വന്നിരിക്കുകയാണ്. റഷ്യയും ഖത്തറും അടക്കം എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മേഖലയിലെ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവരുടെയും സുരക്ഷയും ഉറപ്പാക്കാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ശ്രീരാജ് കൈമൾ ചേരുന്നുണ്ട്. ശ്രീരാജ്, ഈ പശ്ചിമേഷ്യ സംഘർഷത്തിലേക്ക് പോകുമ്പോൾ US താവളങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചതെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി എന്ന് തന്നെ പറയാം. എത്രത്തോളം ആശങ്കയോടുകൂടിയാണ് ഗൾഫ് രാജ്യങ്ങൾ കടന്നു പോകുന്നത്? പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിലെല്ലാം തന്നെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തെ വിലയിരുത്തി പോരുന്നത്? അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ജാഗ്രതയിലും ഒപ്പം ഒട്ടൊക്കെ ഒരു ആശങ്കയിലും തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളെന്ന് തന്നെ പറയാം. ഇപ്പോൾ അവസാനം വരുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത് ദുബായിലെ 2 വിമാനത്താവളങ്ങൾ പൂർണ്ണമായും അവരുടെ പ്രവർത്തനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിർത്തിവെക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും ഒപ്പം അൽമക്തൂം വിമാനത്താവളവും പ്രവർത്തനം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ അവസാനിപ്പിച്ചുവെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഗൾഫ് മേഖലയിൽ ഒന്നാകെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന അവസാനത്തെ വിവരം അനുസരിച്ച് ഏതാണ്ട് 260ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നാണ് ഇതുവരെയുള്ള ലഭ്യമായ വിവരം. ഈ ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. UAE തലസ്ഥാനമായ അബുദാബിയിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഒരു ഏഷ്യൻ വംശജൻ കൊല്ലപ്പെട്ടുവെന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഒരു പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് ഇപ്പോൾ UAE സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അനുശോചനം അറിയിക്കുന്നുവെന്നും UAE ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. പ്രധാനമായും ഈ യാത്ര, അതായത് അന്താരാഷ്ട്ര യാത്രകളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ UAE, അതുപോലെ തന്നെ സൗദി, ഖത്തർ, ഒമാൻ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ ഒരു ലേ ഓവർ ഇടം കൂടിയാണ്. സ്വാഭാവികമായും ഗൾഫിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരെ മാത്രമല്ല, നിരവധി പ്രവാസികൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നത് ഈ പറയുന്ന വിമാനത്താവളങ്ങൾ കൂടി, അതായത് UAE, ഖത്തർ, ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെയും യാത്രയെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് എത്ര ദിവസം ഇനി നീണ്ടു നിൽക്കും എന്നതിനെ കുറിച്ച് മാത്രമാണ് നമുക്ക് ഇപ്പോൾ മുമ്പിലൊരു ആശങ്കയായിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗൾഫ് മേഖലയിൽ ഒന്നാകെ നേരത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ US-ന്റെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളം എന്നത് US-ന്റെ ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്നാണ്. ഏതാണ്ട് 10,000-ഓളം സൈനികർ ഈ ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിലുണ്ട് എന്നാണ് കണക്ക്. ആ സൈനിക താവളത്തെയാണ് ഇറാൻ പ്രധാനമായി ലക്ഷ്യം വെച്ചത്. അതുകൂടാതെ കുവൈറ്റിലെ അൽ സലേം വ്യോമത്താവളം, യുഎയിലെ അബുദാബിക്ക് അടുത്തുള്ള അൽ ദഫ്ര വ്യോമത്താവളം എന്നിവിടങ്ങളും ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം US നേവിയുടെ 5ാം കപ്പൽ പടയുടെ ഒരു താവളമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. അവിടവും ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്ന് പറയുന്നത്, പുതിയൊരു അറിയിപ്പ് UAE പൊതുജനങ്ങൾക്കായി നൽകിയിട്ടുള്ളത്, സംശയകരമായ വസ്തുക്കൾ കണ്ടാൽ അടുത്തു പോകാനോ ഫോട്ടോ എടുക്കാനോ ശ്രമിക്കരുത് എന്ന് UAE ഒരു നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും UAE സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിർദ്ദേശങ്ങൾ അതത് സമയങ്ങളിൽ തന്നെ പൊതുജനങ്ങൾക്കായി അധികൃതർ പുറപ്പെടുവിക്കുന്നുണ്ട്. അഭ്യൂഹങ്ങളിൽ ചെന്ന് ചാടരുത്, അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാനായി ശ്രമിക്കരുത് എന്ന് കർശനമായ നിർദ്ദേശം UAE പൗരന്മാർക്കും താമസക്കാർക്കും നൽകിയിട്ടുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങളെല്ലാം ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ അത് വിശ്വസിക്കാവൂ എന്നുള്ള വിവരം UAE പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും പ്രവാസികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവരും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത് UAE അധികൃതർ നൽകുന്ന വിവരങ്ങളെ, ഔദ്യോഗിക സോഴ്സുകളിൽ നിന്ന് നൽകുന്ന വിവരങ്ങളെ മാത്രം ആശ്രയിക്കുക, അവ മാത്രം വിശ്വസിക്കുക എന്ന കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല അന്താരാഷ്ട്ര തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. ശ്രീരാജ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമവായ ചർച്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ മധ്യസ്ഥത വഹിച്ചിട്ടുള്ളത് ഗൾഫ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഒമാൻ പോലുള്ള രാജ്യങ്ങൾ. പക്ഷേ ഗൾഫ് മേഖലയിലേക്ക് വരുമ്പോൾ US-ന്റെ തന്ത്രപ്രധാന മേഖലകളാണ് ആക്രമിച്ചിട്ടുള്ളെങ്കിൽ കൂടി ജനവാസ മേഖലയിലേക്കും മിസൈൽ പതിക്കുകയും അബുദാബിയിൽ ഒരു മരണമൊക്കെ സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. ഖത്തറിന്റെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക നിലപാട് വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു നിലപാടുകളിലേക്ക് എത്തിയോ? എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്?
അമ്പിളി പറഞ്ഞത് വളരെ ശരിയാണ്. ഒമാൻ ഒരു വലിയ മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്നു. ഈ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നതും ഇത് ഇത്രത്തോളം ഒരു വലിയ രീതിയിലേക്ക്, അതായത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏതാണ്ട് 6ഓളം രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ. സ്വാഭാവികമായും അത് ഇവിടെയുള്ള പ്രവാസികളെ ബാധിക്കും, ഗൾഫ് മേഖലയെ ഒന്നാകെ ബാധിക്കും, സാമ്പത്തിക മേഖലയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. നേരത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ ഇന്ധന വിലയിൽ വലിയ വർധനവുണ്ടാകും. ഒരു സ്വൈര്യ ജീവിതത്തെ, ഒരു സമാധാനപൂർണമായ ഒരു ജീവിതത്തെ, ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് നിലവിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില മധ്യസ്ഥ ശ്രമങ്ങളുമൊക്കെ വളരെ സജീവമായി തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അത് ഫലം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അമ്പിളി, ശരി. ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളുടെ വെളിച്ചത്തിൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് UAE ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ബഹ്റിനിലും അതുപോലെ തന്നെ അബുദാബിയിലും സൗദി അറേബ്യ അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണങ്ങൾ. ഇരു രാജ്യങ്ങളും, ഇറാനും ഇസ്രയേലും അതുപോലെ തന്നെ US-ഉം ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്ന വിവരം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഖില കൃഷ്ണനും ഒപ്പം തന്നെ ശ്രീരാജ് കൈമളുമാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വിദ്യാർത്ഥികളടക്കം 10,000-ലേറെ ഇന്ത്യക്കാർ യുദ്ധമേഖലകളിൽ ഉണ്ടെന്നാണ് സൂചന. ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട്. നോർക്ക കേരളത്തിൽ നിന്നുൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, മനസ്സിലാക്കുന്നതനുസരിച്ച് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. പലതും തിരിച്ചു വിളിച്ചു, പലതും തിരിച്ചിറക്കിയിട്ടുണ്ട്. ഇനിയും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടക്കം പോകാനുള്ളവർ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് നോക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അമ്പിളി, വലിയൊരു പ്രതിസന്ധി പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ്. അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. മാത്രമല്ല വിവിധ എയർലൈൻ കമ്പനികളെല്ലാം തന്നെ ഇവരുടെ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഈ വ്യോമപാതയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു സാഹചര്യം ഉണ്ടായ ഈ ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം. ഏറ്റവും ഒടുവിലായിട്ട് 24 മണിക്കൂറിലേക്കാണ് നിലവിൽ ഇത്തരത്തിലുള്ളൊരു വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ സംഘർഷം വീണ്ടും തുടരുകയാണെങ്കിൽ അത് വർദ്ധിക്കാനുള്ള, ആ സമയം വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും എറണാകുളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 7ഓളം സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നതെന്നാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. ഇതിൽ വൈകിട്ട് 5:20 ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ആകാശ എയർ വിമാനം റദ്ദാക്കി. 6:20 പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോയുടെ കൊച്ചി ദുബായ് വിമാനം, അതുപോലെ തന്നെ രാത്രി 9:50 റാസൽ ഖൈമയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനം, രാത്രി 10:50 പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ കൊച്ചി അബുദാബി ഇൻഡിഗോയുടെ വിമാനം, ഇതെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇറാൻ വ്യോമപാതയിലൂടെ യാത്ര അപകടകരമായതിനാൽ നിരവധി സർവീസുകൾ ആണ് ഇന്ത്യയിൽ കൊച്ചിയിൽ നിന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ നിന്നും ഒക്കെ തന്നെ റദ്ദാക്കിയിരിക്കുന്നത്. പുലർച്ചെ 2:38 മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഒമാൻ എയർവേസ് അത് തിരിച്ചു വിളിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പകുതി യാത്രയിലായിരുന്ന പല സർവീസുകളും തിരിച്ചു വിളിക്കുന്നു. മറ്റെല്ലാ സർവീസുകളും ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് പുറപ്പെടേണ്ട സർവീസുകൾ റദ്ദാക്കി. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് വരേണ്ട സർവീസുകളും നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. അത്രയും കടുത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. നിരവധി ആളുകൾ എയർപോർട്ടുകളിൽ വന്നിട്ട് തിരികെ പോവുകയാണ്. പക്ഷേ അത് പലർക്കും ഈ വിസയൊക്കെ കിട്ടി പെട്ടെന്ന് ഉള്ള യാത്രകളിൽ ഉള്ള ആളുകളുണ്ട്. മാത്രമല്ല ഈ നൽകിയിരിക്കുന്ന പണം, ടിക്കറ്റുകൾക്കൊക്കെയായി നൽകിയിരിക്കുന്ന പണം എങ്ങനെയാണ് റീഫണ്ട് ചെയ്യുമോ, റീഷെഡ്യൂൾ ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു വ്യക്തതക്കുറവ് നിലവിലുണ്ട്. കാരണം ഇതൊക്കെ വളരെ പെട്ടെന്ന് വന്നിരിക്കുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അപ്പോഴും ഈ ഡേറ്റുകളൊക്കെ സംബന്ധിച്ച വലിയ പ്രതിസന്ധിയുണ്ട്. മാത്രമല്ല ഇനി അങ്ങോട്ട് ഈ വിമാന സർവീസുകളുടെ ഒക്കെ ടിക്കറ്റുകളുടെ ഒക്കെ നിരക്കിലുണ്ടാകുന്ന വലിയ വർധനവ്, അതൊക്കെ
ഇതൊക്കെ വലിയ രീതിയിൽ യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു വലിയ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് പോകാതെ അവർ തിരിച്ചു പോകുന്നു. അത്തരം ആശ്വാസങ്ങളും ഈ യാത്രക്കാരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വിമാനത്താവളത്തിൽ ഇനി വരേണ്ട ആളുകൾ, ഈ വിമാനയാത്രയ്ക്ക് ഈ മണിക്കൂറുകളിലൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വരണമെന്നതാണ് സിയാൽ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ഒഫീഷ്യലായിട്ടുള്ള അതായത് സിയാലിൻ്റെ സൈറ്റുകളിൽ നിന്നും ഒപ്പം തന്നെ അവിടെ നിന്ന് നേരിട്ട് ലഭ്യമാവുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വേണം ഈ വാർത്തകളൊക്കെ തന്നെ ശ്രദ്ധിക്കാനും ഒരു തീരുമാനമെടുക്കാനും. കാരണം ഒരുപാട് ഫേക്ക് വാർത്തകളൊക്കെ വരാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ മാത്രം ഫോളോ ചെയ്യുക. അങ്ങനെയുള്ള ആളുകൾ യാത്രയ്ക്കൊക്കെ വിമാനയാത്രയ്ക്കൊക്കെ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ തങ്ങളുടെ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ടോ, തങ്ങൾ പോകേണ്ട സർവീസുകളൊക്കെ റദ്ദാക്കിയിട്ടുണ്ടോ, ഇനി എപ്പോഴേക്കാണ് റീഷെഡ്യൂളിംഗ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി അറിഞ്ഞതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് വരിക എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സിയാലിൻ്റെയും മറ്റ് വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നൊക്കെ നിലവിൽ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നതും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയും യാത്രക്കാരെ സാമ്പത്തികമായിട്ടും ഒപ്പം തന്നെ മറ്റ് രീതിയിലുമൊക്കെ അവരെ കാര്യമായിട്ട് വലച്ചിട്ടുണ്ട്. അമ്പിളി, വിമാനങ്ങൾ കൂട്ടത്തോടെ സർവീസ് റദ്ദാക്കിയിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും പ്രതിസന്ധിയും ഒക്കെയാണ്. തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം അബുദാബി എയർ അറേബ്യ വിമാനം തിരിച്ചിറക്കി. തിരുവനന്തപുരം ദോഹ വിമാനവും തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ സർവീസും റദ്ദാക്കി. ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, തിരുവനന്തപുരത്ത് നിന്നും പ്രവാസികൾ വലിയ ആശങ്കയിലും അതുപോലെ തന്നെ പ്രതിസന്ധിയിലുമാണ് എന്ന് മനസ്സിലാക്കുന്നു. എയർപോർട്ടിലെത്തിയ യാത്രക്കാർക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? എന്തൊക്കെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള വിവരങ്ങൾ? അമ്പിളി, തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഈ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമാനമായൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇന്ത്യയിലൊട്ടാകെ ഇത്തരത്തിൽ രാജ്യത്തൊട്ടാകെയുള്ള വിമാന സർവീസുകൾ, പശ്ചിമേഷ്യയിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. എപ്പോഴത് പുനഃസ്ഥാപിക്കുമെന്നത് സംബന്ധിച്ച് നിലവിൽ ഏതായാലും ഒരു കൃത്യമായ അറിയിപ്പ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5ഓളം വിമാന സർവീസുകളാണ് നിലവിൽ റദ്ദാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം ഷാർജ എയർ ഇന്ത്യ എക്സ്പ്രസ്, അതുപോലെ തന്നെ തിരുവനന്തപുരം അബുദാബി എക്സ്പ്രസ്, അബുദാബിയിലേക്കുള്ള 2 സർവീസുകൾ നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പുറപ്പെട്ട ഒരു എയർ അറേബ്യ എക്സ്പ്രസ് തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചിറക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇറാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും അവരുടെ വ്യോമപാത അടച്ചിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഏതായാലും ഇത്തരത്തിൽ വിമാന സർവീസുകളൊക്കെ തന്നെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യവും റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ദുബായിലേക്കുള്ള തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസും തിരുവനന്തപുരം ദമാം എയർ ഇന്ത്യ എക്സ്പ്രസും നിലവിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ 5ഓളം വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. അല്പസമയം മുമ്പ് വരെ ഇവിടെ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേതായാലും പലരും തിരിച്ച് വീടുകളിലേക്കും മറ്റും തിരിച്ച് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അത്രത്തോളം പെട്ടെന്നുണ്ടായ ഒരു അടിയന്തരമായൊരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഇവർക്ക് ഒരു അറിയിപ്പ് നൽകാനുള്ളൊരു സാധ്യതയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയവർക്ക് ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കുന്നവരെ ഇവിടെ തുടരുക എന്നതായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു മാർഗം. പക്ഷേ എപ്പോഴിത് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന കാര്യത്തിൽ അധികൃതർക്ക് തന്നെ ഒരു വ്യക്തതയില്ലാത്തൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു പോകാമെന്നൊരു തീരുമാനത്തിലേക്കൊക്കെ തന്നെ യാത്രക്കാരെത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ചില യാത്രക്കാർ ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പലരും വളരെ ദൂരെ തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ എത്തുന്ന യാത്രക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും തന്നെ വലിയ രീതിയിലുള്ളൊരു യാത്രാ നേരം അവർക്ക് എടുത്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്നും ഒരു ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയതിന് ശേഷം തിരിച്ചു പോകാമെന്നൊരു നിലയിലേക്കൊക്കെ തന്നെ യാത്രക്കാർ എത്തിയിട്ടുള്ളത്. നിലവിൽ ഏതായാലും ഇത് എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നത് സംബന്ധിച്ച ഒരു വിവരമൊന്നും തന്നെ കിട്ടിയിട്ടില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വളരെ പെട്ടെന്ന് വിമാന കമ്പനികളും അതുപോലെ തന്നെ വിമാന സർവീസുകളും ഒക്കെ തന്നെ എത്തിയിട്ടുള്ളത്. എയർ ഇന്ത്യയും അതുപോലെ തന്നെ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിമാന സർവീസുകളുമായി ബന്ധപ്പെടുക, അതിന് ബന്ധപ്പെട്ടതിന് ശേഷം അവരുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നത് സംബന്ധിച്ച് യാത്രക്കാരൊരു അറിവ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം എയർപോർട്ടിലേക്ക് ഇറങ്ങുക എന്നത് സംബന്ധിച്ചൊരു നിർദ്ദേശങ്ങളൊക്കെ തന്നെ യാത്രക്കാർക്ക് നിലവിൽ ഏതായാലും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പലരുടെയും കുടുംബം ഉൾപ്പെടെ ഈ പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമാണുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്
എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഒരു സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് നിലവിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവർ അതിൽ ബന്ധപ്പെട്ട് ഈ സുരക്ഷാ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കണമെന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വിമാന സർവീസുകൾ 5ഓളം വിമാന സർവീസുകളാണ് തിരുവനന്തപുരത്ത് റദ്ദാക്കിയിട്ടുള്ളത്. അവ എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നിലവിൽ ഏതായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം അത്രത്തോളം രൂക്ഷമായൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്യമായ അറിയിപ്പ് ഏതായാലും ലഭിക്കാത്തത്. പക്ഷേ യാത്രക്കാരും ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ പെരുമാറിയിട്ടുള്ളത്. കാരണം ഈ ഒരു സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് യാത്രക്കാർ പലരും തിരിച്ചു പോകാൻ നിലവിൽ ഏതായാലും തയ്യാറായിട്ടുണ്ട്. ശരി, ഗൾഫ് രാജ്യങ്ങളിലും ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് നിന്ന് പല സർവീസുകളും റദ്ദാക്കിയിട്ടുള്ളത്. ആതിര സൂചിപ്പിച്ച പോലെ തന്നെ പലർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ നോർക്കയുമായി ബന്ധപ്പെടണമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പലരും മടങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഗൾഫിലെ യുദ്ധ സാഹചര്യത്തിൽ കരിപ്പൂരിൽ നിന്നുള്ള നിരവധി വിമാനങ്ങളും റദ്ദാക്കി. വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 3 ഇൻഡിഗോ വിമാനങ്ങളും 4 എയർ ഇന്ത്യ വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. ടി.കെ. അരവിന്ദൻ ചേരുന്നുണ്ട്. അരവിന്ദൻ, നമുക്കറിയാം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു സ്ഥലമാണ് മലബാർ. അവിടെ കരിപ്പൂരിൽ നിന്ന് വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. പല പ്രവാസികൾക്കും മടങ്ങിപ്പോകാൻ കഴിയാത്ത സാഹചര്യമല്ലേ? അവിടെ തീർച്ചയായും മലബാറിൽ വലിയ പ്രതിസന്ധിയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഇന്ന് 7 വിമാനങ്ങളാണ് ഇങ്ങനെ റദ്ദ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ RE1473, അതുപോലെ തന്നെ RE65, RE1435 വിമാനങ്ങളും. ഇവയെല്ലാം കോഴിക്കോട് നിന്ന് ദുബായിലേക്കും അതുപോലെ തന്നെ ജിദ്ദയിലേക്കും അബുദാബിയിലേക്കുമുള്ള വിമാനങ്ങളാണ്. കൂടാതെ എയർ ഇന്ത്യയുടെ കോഴിക്കോട് നിന്ന് ദുബായിലേക്കുള്ള വിമാനം 343, അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ജിദ്ദയിലേക്കുള്ള വിമാനം, ദമാമിലേക്കുള്ള വിമാനം എന്നീ വിമാനങ്ങളാണ് ഇപ്പോൾ എയർ ഇന്ത്യ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. പലർക്കും വിസയുടെ കാലാവധി തീരാൻ മണിക്കൂറുകൾ മാത്രമുള്ള പലരുമുണ്ട്. ഇങ്ങനൊരു സാഹചര്യം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി ജോലിയെ സംബന്ധിച്ച് ഭാവി എന്താകുമെന്നുള്ള ആശങ്ക ഇവരിൽ പലർക്കുമുണ്ട്. എന്തായാലും അധികൃതർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണിവർ. വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഗൾഫിലെ സാഹചര്യം അതാണ്. പല രാജ്യങ്ങളും തങ്ങളുടെ വ്യോമപാതകൾ അടച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ അവിടെ ഇറങ്ങൽ പ്രായോഗികമല്ല. ആളുകൾക്ക് ഇത് എന്ന് പുനരാരംഭിക്കും, എപ്പോൾ പുനരാരംഭിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു വിവരങ്ങൾ നൽകാനും വിമാന കമ്പനികൾക്ക് സാധിക്കുന്നില്ല. എന്തായാലും വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം എന്നുള്ള നിർദ്ദേശം വിവിധ വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ ഉള്ളവർ ഇപ്പോൾ വീടുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിമാനങ്ങൾ ഉണ്ടാകില്ല എന്നാണ് എയർ ഇന്ത്യയും ഇന്ത്യയും ഗൾഫിലേക്കുള്ള പല വിമാന സർവീസുകളെ കുറിച്ചും യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത്. അമ്പിളി. ശരി, അരവിന്ദം സൂചിപ്പിച്ച പോലെ തന്നെ ഗൾഫിലേക്കുള്ള എല്ലാ പ്രധാനപ്പെട്ട സർവീസുകളും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ നിന്നുള്ള പല സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. പലതും തിരിച്ചു വിളിച്ചു, പലതും തിരിച്ചിറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ടി.കെ. അരവിന്ദനും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്ന് A.T. അശ്വതിയും തിരുവനന്തപുരത്ത് നിന്ന് ആതിര രാധാകൃഷ്ണനുമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇസ്രായേൽ, ഇറാൻ അതുപോലെ തന്നെ US സംഘർഷത്തിൽ 3 രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ പ്രൈമറി സ്കൂളിൽ മിസൈൽ ആക്രമണത്തിൽ 50-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ ആ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പടിഞ്ഞാറൻ ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെ 100 കണക്കിന് ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെ അവകാശപ്പെട്ടു. ടെഹ്റാനിൽ ഇപ്പോഴും ഉഗ്ര സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. തെക്കൻ ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലുള്ള മിനാബ് നഗരത്തിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിന് നേരെയാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം 50 കവിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമേലുള്ള US-ന്റെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. അങ്ങനെ ലോകരാജ്യങ്ങൾ പല രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു വന്നു. നിലവിലെ സാഹചര്യം രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പരിഹാരത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇറാനിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ഉത്തരവാദികൾ അവിടുത്തെ ഭരണകൂടമാണെന്നാണ് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുള്ളത്. ആയത്തുള്ള അലി ഖമനിയുടെ ഔദ്യോഗിക വസതിയുടെ ലഭ്യമായ ഉപഗ്രഹ ചിത്രത്തിൽ അവിടെയുള്ള നിരവധി കെട്ടിടങ്ങൾ തകർന്ന നിലയിലാണ് പല ചിത്രങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് നിലവിൽ എവിടെയാണെന്നതിനെക്കുറിച്ച് വ്യക്തമായ വിവരവുമില്ല. ഇറാന് നേരെ ആകാശത്തു നിന്നും കടലിൽ നിന്നും വ്യാപകമായ ആക്രമണങ്ങൾ തുടരുന്നു എന്ന് US അധികൃതർ ഇപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കുക എന്നതാണ് US ഇസ്രായേൽ ആക്രമണങ്ങളുടെ ലക്ഷ്യം. ആക്രമണങ്ങളിൽ US വ്യോമസേന
പങ്കെടുക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യവുമായി ഏകോപിപ്പിച്ചാണ് നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് US അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കാരായ 3 രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാരോട് സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണം. അധികൃതരും അതുപോലെ തന്നെ ഔദ്യോഗികമായ എംബസികളിൽ നിന്നുള്ള വിവരങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു ഔദ്യോഗികമായ പ്രതികരണം ഉണ്ടായിട്ടുള്ള സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം ഉടലെടുത്ത സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലും സമീപ രാജ്യങ്ങളിലുമുള്ള മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ MP കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് അടിയന്തര നിവേദനം നൽകി. ആവശ്യമെങ്കിൽ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള അടിയന്തര പദ്ധതികൾ തയ്യാറാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ ജില്ലയിൽ വെട്ലപ്പാലത്ത് പടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തം. 18 പേർ മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 അപകടമുണ്ടായത്. സൂര്യശ്രീ ഫയർ വർക്ക്സ് എന്ന പേരിലുള്ള പടക്ക നിർമ്മാണ പ്ലാന്റിൽ വെടിമരുന്ന് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ചുറ്റുമുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും പുക നിറഞ്ഞു. അധികൃതർ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തുകയാണ്. RSPയിൽ പൊട്ടിത്തെറി. ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായി. സ്ഥാനാർത്ഥി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മണ്ഡലം സെക്രട്ടറി N. നൌഷാദ് രാജിവെച്ചു. ഷിബു ബേബി ജോൺ പക്ഷവും NK പ്രേമചന്ദ്രൻ പക്ഷവും തമ്മിലുള്ള ഭിന്നതയാണ് പാർട്ടിക്കുള്ളിൽ പുതിയ പ്രതിസന്ധിക്ക് കാരണം. കൊല്ലം ഇരവിപുരം മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രന്റെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഇത് മറ്റൊരു വിഭാഗം ശക്തമായി എതിർത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാർത്തിക്കിന്റെ പേര് ഉയർന്നു വന്നതോടെ ഷിബു ബേബി ജോൺ ഇതിനെതിരെ രംഗത്തു വന്നു. കാർത്തിക്കിന് പകരം MS ഗോപകുമാറിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും പ്രേമചന്ദ്രൻ വിഭാഗം അതിനെ എതിർത്തു. ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. തുടർന്ന് സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും പ്രാദേശിക നേതൃത്വത്തിൽ അസംതൃപ്തി ഉടലെടുത്തു. തുടർന്നാണ് 2 വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ RYF സംസ്ഥാന സെക്രട്ടറി വിഷ്ണുമോഹനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. എന്നാൽ സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ടായിരുന്ന N. നൌഷാദ വിജയസാധ്യത വിലയിരുത്താതെയാണ് തീരുമാനം എടുത്തതെന്നാരോപിച്ചാണ് പാർട്ടിയിൽ നിന്നും ഇപ്പോൾ രാജിവെച്ചത്. RSPയുടെ ഇരവിപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നത തിരഞ്ഞെടുപ്പിൽ RSPക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. UDFൽ ചേർന്നതിന് ശേഷം ഇരവിപുരം മണ്ഡലത്തിൽ വിജയം നേടാൻ RSPക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 5 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പൂർത്തിയായിട്ടില്ല. മട്ടന്നൂരിന് പകരം ചടയമംഗലം സീറ്റ് ആവശ്യപ്പെടാനാണ് പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത്. പഴയ ശക്തിയിലേക്ക് പാർട്ടിയെ തിരികെ കൊണ്ടുവരാനാകുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുള്ളിൽ ശക്തമാണ്. അമൃത ന്യൂസ്, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കെ NCPയിൽ വിഭാഗീയതയെ ചൊല്ലി തർക്കം. എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കം മുറുകുമ്പോൾ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിൽ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. മന്ത്രി AK ശശീന്ദ്രനെ തേജോവധം ചെയ്യുന്ന പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നേതൃത്വം മുക്കം മുഹമ്മദിന് നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ AK ശശീന്ദ്രൻ ആഗ്രഹം പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിലാണ് NCPയിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നത്. ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തടയുന്നതിന് NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ സംഘടനയ്ക്കുള്ളിൽ ചരടുവലികൾ നടന്നു. എന്നാൽ NCP എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ശശീന്ദ്രനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. വിഭാഗീയത മുന്നിൽ കണ്ടാണ് മുക്കം മുഹമ്മദിനെതിരെ സംസ്ഥാന നേതൃത്വത്തിന് എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി പരാതി നൽകിയത്. പരാതി പരിഗണിച്ച സംസ്ഥാന നേതൃത്വം നിലവിൽ LDF ജില്ലാ കൺവീനർ കൂടിയായ മുക്കം മുഹമ്മദിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. NCP സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് വിലയിരുത്തിയാണ് വിശദീകരണം തേടിയത്.
വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന നിയമസഭാ സീറ്റ് തർക്കത്തിലായാൽ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് വിശദീകരണ നോട്ടീസിൽ പറയുന്നു. പാർട്ടി വിരുദ്ധ നടപടികൾ ജില്ലാ പ്രസിഡന്റ് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. എലത്തൂർ MLA മന്ത്രിയുമായ AK ശശീന്ദ്രനെ തേജോവധം ചെയ്യുന്ന പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്നും 2 ദിവസത്തിനകം പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന് രേഖാമൂലം വിശദീകരണം നൽകണമെന്ന് നോട്ടീസിൽ പറയുന്നു. തർക്കത്തിന്റെ പേരിൽ NCPയുടെയും ഇടതുപക്ഷത്തിന്റെയും ഉറച്ച സീറ്റായ എലത്തൂർ CPM തിരിച്ചെടുത്തേക്കുമെന്ന ആശങ്കയും സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. എലത്തൂർ മണ്ഡലം കൈവിടാതിരിക്കാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് സംഘടനയ്ക്കകത്തെ വിഭാഗീയത അവസാനിപ്പിക്കണമെന്ന തിരിച്ചറിവിൽ നിന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. അമൃത ന്യൂസ്, കോഴിക്കോട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാംഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ 11 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന പരിപാടിയിൽ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കളുടെ പട്ടയ വിതരണവും ഈ ചടങ്ങിൽ നടക്കും. MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 178 കുടുംബങ്ങൾക്കാണ് ഇത്തരത്തിൽ ടൗൺഷിപ്പിൽ വീടുകൾ ഒരുങ്ങുന്നത്. പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ടൗൺഷിപ്പ് കാണുന്നതിനായി നിരവധി പേരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വയനാട് തന്നെയുള്ളവരാണ്? അല്ല, ഞങ്ങൾ കോലഞ്ചേരി, എറണാകുളം ഇങ്ങനെ അവിടുന്ന് കാണാൻ വേണ്ടി വന്ന, വയനാട് കാണാൻ വന്ന. വയനാട് കാണാൻ വന്നത് എല്ലാം കണ്ടു കേട്ട് പോകാനായിട്ട് കയറി ടൗൺഷിപ്പ് കാണാമല്ലോ, വീടുകളൊക്കെ. അങ്ങനെ ഇറങ്ങി ആയിട്ട് വന്നു. നല്ല സൂപ്പറാ, നല്ല വീടുകളാണ്. ഞങ്ങളകത്ത് കയറി കണ്ടു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ സൗകര്യം? ഇഷ്ടപ്പെട്ടു. എല്ലാം നന്നായിട്ട് പണിതിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പോകും ഞങ്ങൾ. ആളുകളെ സംബന്ധിച്ചും കാണാനെത്തുന്നവരെ സംബന്ധിച്ചും അവർക്ക് സത്യത്തിൽ ഒരു നല്ല അനുഭവം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നിരവധി പേരാണ് ടൗൺഷിപ്പ് കാണാനും ഒപ്പം തന്നെ ഈ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരുക്കങ്ങളൊക്കെ വീക്ഷിക്കുന്നതിനും വേണ്ടി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. വയനാടിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ടൗൺഷിപ്പ് ഒരുക്കിയത്. ഇത്തരമൊരു മാതൃകാ പദ്ധതി മറ്റെവിടെയും കാണാനാകില്ലെന്ന് പ്രൊജക്ട് നോഡൽ ഓഫീസർ സുഹാസ് IAS പറഞ്ഞു. 178 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്നും അനുബന്ധമായ വികസന പ്രവർത്തനങ്ങൾ കൂടെ പരിഗണിച്ച് താമസക്കാർക്ക് ഘട്ടം ഘട്ടമായി താമസം ആരംഭിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ കിട്ടിയ സമയം 3-4 മാസം മാത്രമാണ്. ആ സമയത്തിൽ നമ്മുടെ ഒരു ടീം, നമ്മുടെ CEO, ಮತ್ತು നമ്മുടെ ULCCS, ಮತ್ತು KIFCON, ಮತ್ತು ಪ್ರಾಜೆಕ್ಟ್ ಇಂಪ್ಲಿಮೆಂಟೇಷನ್ ಯೂನಿറ്റിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാർ എല്ലാം വളരെ നല്ല രീതിയിൽ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഈ 410 വീടുകൾ ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അതിൽ ഇപ്പോൾ ഓൾറെഡി 178 ഹൗസസ് ഒരു സ്ട്രക്ചറൽ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഫിനിഷിംഗ് വർക്ക് ഓൾമോസ്റ്റ് 100. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഒരുക്കുന്ന ടൗൺഷിപ്പ് സന്ദർശിച്ച് പ്രിയങ്ക ഗാന്ധി MP സർക്കാർ നടത്തുന്ന പരിശ്രമത്തിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സർക്കാർ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഇത്തരത്തിൽ ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇത്തരം കൂട്ടായ ശ്രമങ്ങൾ വിജയം കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അതേസമയം കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. പാർലമെന്റിലും അല്ലാതെയുമായി ഈ വിഷയം നിരവധി തവണ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള യാതൊരു സഹായവും വയനാടിന് ലഭിച്ചില്ലെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. All happy. I have no adverse comment. I believe so. Cable connection. So how do you see this? Do you think this is the model for India in this kind of rehabilitation? I mean, honestly, I haven't seen others, so I can't say. My only limited suggestion was that to plant some trees here also. Okay. But yes, I can say that whatever works are done for the survivors of the tragedy are welcome. വയനാട് ഭവന പദ്ധതികൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 10 കൊല്ലം ഭരിച്ചിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല. കേന്ദ്രം നൽകിയ പണം പാഴാക്കിയിട്ട് കേരള സർക്കാർ കുറ്റം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷന് മുമ്പിലാണ് ഇതെല്ലാം നടക്കുന്നത്. അതെ 10 ദിവസം മുമ്പ് അതെല്ലാം നടക്കും. ഇനിയിപ്പോൾ 10 കൊല്ലം ഭരിച്ചു, ഞാനൊന്നും ചെയ്തില്ല, എന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് കാർഡ് ജനങ്ങൾ ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത് ആരെയാ പൊട്ടന്മാരാക്കുന്നത്, ആരെയാ വിഡ്ഢിയാക്കുന്നത്? എല്ലാം നിങ്ങൾ 10 കൊല്ലം ഭരിച്ചു, എല്ലാം ശരിയാവും എന്ന വാഗ്ദാനം കൊടുത്ത് ഭരിച്ചു, വോട്ട് നേടി. ഇനി 10 കൊല്ലം കുറച്ച് ശകലം ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്തു എന്ന് പറയൂ.
അത് ചെയ്യാണ്ട് എല്ലാം സെൻട്രൽ ഗവൺമെൻറ് തന്നില്ല, മറ്റേത് തന്നില്ല. 22 ലക്ഷം കോടിയാണ് 10 കൊല്ലത്തിൽ ചെലവാക്കിയത് ഈ സർക്കാർ. 22 lakh crores. രഞ്ജി ട്രോഫിയിൽ ജമ്മുകശ്മീരിന് ചരിത്ര നേട്ടം. കന്നിക്കിരീടം സ്വന്തമാക്കി ജമ്മു. കർണാടകയ്ക്കെതിരായ കലാശ പോരാട്ടം സമനിലയിൽ കലാശിച്ചെങ്കിലും ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ലീഡിന്റെ പിൻബലത്തിലാണ് ജമ്മു ജേതാക്കളായത്. ആദ്യ ഇന്നിംഗ്സിൽ 584 റൺസ് ഉയർത്തിയ ജമ്മു കർണാടകയെ 293 റൺസിന് എറിഞ്ഞിട്ടു. അതോടെ 291 റൺസ് ലീഡ് സ്വന്തമായി. രണ്ടാം ഇന്നിംഗ്സിൽ 342-4 എന്ന നിലയിൽ ജമ്മു ഡിക്ലെയർ ചെയ്തു. രണ്ടാം ഇന്നിംഗ്സിൽ 160 റൺസുമായി പുറത്താകാതെ നിന്ന ഖമ്രാൻ ഇക്ബാലും 101 റൺസുമായി പുറത്താകാതെ നിന്ന സഹിൽ ലോത്രയുമാണ് ജമ്മുകശ്മീരിന്റെ കിരീടം ഉറപ്പിച്ചത്. 1960-ലാണ് ജമ്മു ആദ്യമായി രഞ്ജി ട്രോഫി കളിക്കുന്നത്. അവർക്ക് ആദ്യ മത്സരം ജയിക്കാനായത് 1982 മാത്രമാണ്. ഈ രഞ്ജി ട്രോഫി സീസണിൽ ജമ്മുകശ്മീർ തോറ്റത് ഒരു മത്സരത്തിൽ മാത്രമാണ്. മുംബൈക്കെതിരെ ശ്രീനഗറിൽ നടന്ന മത്സരത്തിലായിരുന്നു അത്.